ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു സൺഡേ ആയതുകൊണ്ട് 11 മണിക്ക് എണ്ണീറ്റ് വന്ന് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് റീൽസും തോണ്ടി ഒരു മൂലക്കിരുന്നപ്പോഴാണ് അമ്മ എന്നെ കുത്തിപ്പൊക്കി അടുക്കളയിലിട്ടത്. സൺഡേ ആയതുകൊണ്ട് വെറൈറ്റി ഫുഡാണ് ഉച്ചയ്ക്ക്. വേറൊന്നുമല്ല, നമ്മുടെ ദേശീയ ഭക്ഷണമായ ചക്ക വേവിച്ചതും മീൻകറി. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത്. റീൽസും തോണ്ടി ഇരുന്നിടത്ത് നിന്ന് അടുക്കളയിലേക്കാക്കിയതിൻ്റെ സകല ഭാവങ്ങളും എൻ്റെ മുഖത്തുണ്ട്. എന്ത് ചെയ്യാനാ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഞാൻ ഒരു ഒന്നൊന്നര ഇളക്ക് അവിടെ നിന്നങ്ങ് ഇളക്കി. അങ്ങനെ ഇളക്കി 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 ബോറടിച്ച് തലയും ചൊറിഞ്ഞ് പിന്നെ ഇളക്കിക്കൊണ്ടിരുന്നു. പിന്നെ എന്തിനാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഊതുന്നുമുണ്ട്. പിന്നെ ഞാൻ അവിടെ മാറി നിന്ന്. ഇനി മാറി നിന്നത് കൊണ്ട് കരിഞ്ഞു പോയാലോ എന്നോർത്ത് അതിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ മണ്ടേ കയറിയിരുന്ന് ഞാൻ പിന്നെ ഇളക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ പുറകിൽ നിന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ അതിൻ്റെ മുകളിൽ കയറി കിടന്നങ്ങ് ഇളക്കാനെന്ന്. അപ്പോൾ ഞാനൊരു ചെറിയ ചിരിയൊക്കെ പാസ്സാക്കി പിന്നെ നിന്നങ്ങ് ഇളക്കാൻ തുടങ്ങി. ചിരിയൊക്കെ പിന്നെ പുറമേ കാണുന്നതേ ഉള്ളിൽ ചെറിയൊരു മടിയോടാണ് ഞാനിത് ഇളക്കുന്നത്. പിന്നെ എനിക്ക് എന്തോ ഒരു സുഖം തോന്നിയില്ല. ഞാൻ ക്യാമറ എടുത്ത് അപ്പുറത്ത് വെച്ചിട്ട് പിന്നെ നിന്നിളക്കി. ഇളക്കി 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 പാത്രത്തിൽ കിടക്കുന്നതിനെ നോക്കി ഒന്ന് മൂത്തുകൂടെ എന്ന് മനസ്സിൽ പറഞ്ഞു. ബട്ട് നോ രക്ഷ. അങ്ങനെ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ മുന്നിൽ പെട്ട ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. കുറച്ച് തോണ്ടി തോണ്ടി മൂക്കാത്ത ഉള്ളിയെ നോക്കി ദയനീയ അവസ്ഥയിൽ ഞാൻ ചോദിച്ചു, ഒന്ന് മൂത്തുകൂടെ? എന്നിട്ടും നോ രക്ഷ. അപ്പോൾ ഞാൻ മാറി നിന്നിട്ട് വന്ന ഗ്യാസ് കൂട്ടിയങ്ങ് വെച്ച് ഒരു പുച്ഛഭാവത്തോടെ പിന്നെ ഇളക്കി നിന്നപ്പോൾ ദാ വരുന്നു അമ്മയുടെ എൻട്രി. അമ്മ കയറി വന്ന് അടുക്കളയിലെ അവസ്ഥ അറിയാം. വന്ന് എത്തി നോക്കിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എൻ്റെ പൊന്നു രാമനാരായണ എന്ന മട്ടിൽ വീണ്ടും കയറിപ്പോയി. ആ ജോലി ഞാൻ രാജിവെച്ച് നേരെ തേങ്ങ തിരുമണം കയറി. ബട്ട് അത് വലിയൊരു കോമഡിയായി മാറി. എൻ്റെ തിരുമൽ കണ്ടാലറിയാം ഞാൻ എന്ത് ആത്മാർത്ഥതയോടെയാണ് തിരുമുന്നതെന്ന്. അതിൻ്റെ ഇടയിലൂടെ അമ്മ തേണ്ട നിസ്കി അരയ്ക്കാൻ കയറി. അപ്പോൾ ഞാനൊരു മിനിറ്റ് അമ്മയുടെ ജോലി ഇങ്ങനെ നോക്കി റെസ്പെക്റ്റ് ചെയ്ത് നിന്നു. ഇടയ്ക്ക് പാത്രമൊക്കെ തട്ടി താഴെ ഇടുന്നുണ്ട്. എന്ത് ചെയ്യാനാ. എൻ്റെ തിരുമലിൻ്റെ ഭംഗി കണ്ട് അമ്മ ചോദിച്ച്, അമ്മ അവിടെ എന്താ ചോദിച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അത് ഞാൻ പറയുന്നില്ല. സാധാരണപ്പെട്ട എല്ലാ വീട്ടമ്മമാർക്കും അമ്മയുടെ ആംഗ്യഭാഷ കൊണ്ട് മനസ്സിലായി കാണും എന്താ അവിടെ പറഞ്ഞതെന്ന്. എന്തായാലും അതിൻ്റെ ചിരിയും ബഹളവും ആണ് അവിടെ കാണുന്നത്. ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പിയിട്ടും തേങ്ങ പാത്രത്തിലോട്ട് വീഴുന്നില്ല. എന്തായാലും ഞാനും അമ്മയും കൂടി അതൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയ്ക്കൊരു തട്ടൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാനാ. എൻ്റെ വളിച്ച ചിരി കേട്ടിട്ടാവും ചിരട്ട എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ഇറങ്ങി അങ്ങ് ചാടിക്കളഞ്ഞ്. ഞാൻ വിടുവോ? ഞാൻ പിന്നെ എടുത്തു വെച്ച് തിരുമ്മി. കുറച്ച് കഴിഞ്ഞ് ക്യാമറ ഓഫാക്കി നേരെ ബുക്ക് പൊതിയാൻ ഇരുന്നു. പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് അടിച്ച് പൊതിഞ്ഞ് ഇടയ്ക്ക് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഇവിടെ വന്നതാണോ എന്ന് നോക്കി. ഇടയ്ക്ക് ഞാൻ ഓരോ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അത് എനിക്ക് വെറുതെ ഇരിക്കുമ്പോഴും ഉള്ളതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈച്ച വരെ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി എൻ്റെ ചളിപ്പ് കണ്ടിട്ട്. അമ്മാതിരി പ്രവർത്തികളാണല്ലോ ഞാൻ ചെയ്തത്. അതുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് മടി കാരണം അനങ്ങിയില്ല. പക്ഷേ മടി മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് മുന്നോട്ട് ഇറങ്ങിയിരുന്നു. ബുക്കിനോടെന്തോ മുൻജന്മ ശത്രുത ഉള്ളതുപോലെയാണ് ഞാൻ സ്റ്റാപ്ലെയർ അടിച്ചത്. ഒരു പുച്ഛഭാവമൊക്കെ ഇട്ട് സിനിമ സ്റ്റൈലിൽ ബുക്കൊക്കെ എടുത്തെറിഞ്ഞ് അടുത്ത ബുക്കെടുത്ത് വീണ്ടും പൊതിയാൻ തുടങ്ങി. ഒരു മട്ടിൽ വീണ്ടും ഭാവങ്ങളൊക്കെ മുഖത്ത് വരുത്തി ആ ബുക്കും പൊതിഞ്ഞു. പിന്നെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് നേരെ എൻ്റെ റൂമിലോട്ട്. റൂമിൽ ചെന്ന് ആദ്യം എൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് പിന്നെ നേരെ കഴുകാനുള്ള തുണിയൊക്കെ ഞുള്ളിപ്പെറുക്കി വാഷിംഗ് മെഷീൻ ലക്ഷ്യമിട്ട് ഞാൻ യാത്ര തുടങ്ങി. വലിയ ഏതോ ഹിമാലയത്തിൽ കയറുന്ന പോലെയാ എൻ്റെ മുഖത്തെ ഭാവം. ആകെ 4, 3, 7 തുണിയാണ് കയ്യിലുള്ളത്. പിന്നെ തടുത്തോ പുളുത്തോ നടന്ന് വാഷിംഗ് മെഷീൻ്റെ അടുത്തെത്തി. തുണിയൊക്കെ അതിലിട്ടിട്ട് ഞാനൊന്ന് നിന്ന് കറങ്ങി. ഞാൻ ഇനി പോയി ചക്കയും മീനും കഴിക്കട്ടെ. അപ്പോൾ ബൈ ബൈ. ഇതുപോലെയുള്ള ചളിപ്പുമായി വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ സ്വന്തം ആർഷ്യ.